അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന ആശയക്കുഴപ്പങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസിന്റെ തീരുമാനം പാർട്ടിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ജനുവരി 22-ന് അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സോണിയാഗാന്ധി, പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് അധീർ രഞ്ജൻ ചൗധരി എന്നിവർക്കായിരുന്നു ക്ഷണം. 4 മാസത്തിനുള്ളിൽ പൊതുതിരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസ് ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യം വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ക്ഷണം ലഭിച്ചതിന് പിന്നാലെ പങ്കെടുക്കുമോ എന്ന ചോദ്യവുമായി മാധ്യമങ്ങൾ വളഞ്ഞെങ്കിലും തീരുമാനം ഉടൻ എടുക്കുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഖാർഗെ. സോണിയാഗാന്ധിയോ മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളോ ഇത് സംബന്ധിച്ച് തീരുമാനം വ്യക്തമാക്കിയിരുന്നില്ല. കഴിഞ്ഞ ഡിസംബറിലാണ് 3 നേതാക്കളെയും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സംഘാടകർ ക്ഷണിച്ചത്. ഇത് സംബന്ധിച്ച് പലതവണ ചോദ്യം ഉന്നയിച്ചപ്പോഴും ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്ന് മാത്രമാണ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. ഒടുവിൽ അയോധ്യയിലേക്ക് ഇല്ലെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ആ ചോദ്യത്തിന് കോൺഗ്രസ് അടിവരയിട്ടു കഴിഞ്ഞു. പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രസ്താവനയിൽ അറിയിച്ചു. രാമക്ഷേത്രത്തെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിനാണ് BJPയും RSSും ഉപയോഗിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളോടെയായിരുന്നു കോൺഗ്രസ് ക്ഷണം നിരസിച്ചത്. BJPയും RSSും ദീർഘകാലമായി രാമക്ഷേത്രം എന്ന രാഷ്ട്രീയ പദ്ധതി തയ്യാറാക്കുകയാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരം മാനിച്ചുകൊണ്ടും സുപ്രീം കോടതി വിധി ഉൾക്കൊണ്ടുകൊണ്ടും ക്ഷണം കോൺഗ്രസ് നേതാക്കൾ നിരസിക്കുകയാണെന്നാണ് ജയറാം രമേശ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. BJPയുടെ ഈ രാഷ്ട്രീയ പദ്ധതി തിരിച്ചറിയാൻ കോൺഗ്രസ് ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഉചിതമായൊരു തീരുമാനമെടുക്കാൻ എന്താണ് ഇത്രയും വൈകിയത്? തുടങ്ങിയ ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയർന്നു കഴിഞ്ഞു. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനത്തിന് പിന്തുണയും അഭിനന്ദനങ്ങളും ഉയരുമ്പോൾ മറുവശത്ത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധ സ്വരങ്ങളും ഉയരുന്നുണ്ട് എന്നതാണ് വാസ്തവം. കോൺഗ്രസ് ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരും ശക്തമായി വാദിക്കുന്നവരും കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. ഔദ്യോഗിക തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്താൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചൊരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയവർ ഇപ്പോൾ നിരാശ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. രാമക്ഷേത്രം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള BJPയുടെ ശ്രമം തടയാൻ കോൺഗ്രസ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെ കഴിയുമെന്നായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ വാദം. പ്രധാനമായും വടക്കൻ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. എന്നാൽ ക്ഷണം നിരസിച്ചതോടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അപസ്വരങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഗുജറാത്തിലെ പോർബന്ദർ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് MLA അർജുൻ മോദ്വാദിയ ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഷേധം അറിയിച്ചു. ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കണമെന്നായിരുന്നു മോദ്വാദിയയുടെ പക്ഷം. ഇത് നാട്ടുകാരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്നും ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അയോധ്യയിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചവരിൽ കോൺഗ്രസിന്റെ പ്രമുഖ മുഖങ്ങളും ഉണ്ടായിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ദേശീയ നേതൃത്വത്തിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രി വിക്രമാദിത്യ സിംഗ് നിലപാട് വ്യക്തമാക്കി രംഗത്തു വന്നു. രാമക്ഷേത്ര ഉദ്ഘാടനം രാഷ്ട്രീയ വിഷയമല്ലെന്നും ഹിമാചലിൽ നിന്ന് ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയത് ജീവിതത്തിലെ അപൂർവ ഭാഗ്യമാണെന്നുമായിരുന്നു വിക്രമാദിത്യ സിംഗിന്റെ പ്രതികരണം. ചരിത്ര ദിനത്തിൽ പങ്കെടുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ സിംഗ് ക്ഷണിച്ചതിന് RSSനും വിശ്വ ഹിന്ദു പരിഷത്തിനും നന്ദി പറയുകയും ചെയ്തു. ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ന്യായീകരണം ഇങ്ങനെയായിരുന്നു: താൻ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ചടങ്ങിൽ പങ്കെടുക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെയും PCC അധ്യക്ഷ പ്രതിഭ സിംഗിന്റെയും മകനായ വിക്രമാദിത്യ സിംഗ് എടുത്ത ഈ ഒരു നിലപാടിൽ തൂങ്ങി കോൺഗ്രസിനെ അയോധ്യയിലെത്തിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കൂടുതൽ ആളുകൾ രംഗത്തെത്തുന്നതാണ് പിന്നീട് കണ്ടത്. ഹിമാചൽ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സുഖ്വീന്ദർ സിംഗ് സുഖുവും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ക്ഷണിച്ചില്ലെങ്കിലും പോകുമെന്ന നിലപാടിലായിരുന്നു അദ്ദേഹം. ഇതിനു മുൻപ് ക്ഷണം ഇല്ലെങ്കിലും പങ്കെടുക്കുമെന്ന് തീരുമാനിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിനെ പിന്തുണച്ചും അണികൾ എത്തിയിരുന്നു. രാമൻ ഹൃദയത്തിലാണെന്നും പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ചില്ലെങ്കിലും പോകുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെയും നിലപാട്. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ തന്നെയാണ് നിലപാട് വ്യക്തമാക്കി ഈ പ്രമുഖ നേതാക്കളെല്ലാം രംഗത്തെത്തിയത്. രാമക്ഷേത്ര പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യകക്ഷികളെയും ആക്രമിക്കാനുള്ള ആയുധമായി BJP ഉപയോഗിക്കുമെന്ന ആശങ്കയും ഇതിനിടെ പാർട്ടിക്കുള്ളിൽ വെളിപ്പെടുന്നുണ്ട്. ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നാൽ അയോധ്യ രാമക്ഷേത്രം BJP സ്വന്തം പരിപാടിയായി മാറ്റുമെന്നും അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നതാണ് മറ്റൊരു ആശങ്ക. കോൺഗ്രസിന് മുൻപ് CPM BJPയുടെ ക്ഷണം നിരസിച്ചിരുന്നു. മതവിശ്വാസങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കരുതെന്ന ഉറച്ച നിലപാടോടെയായിരുന്നു CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി BJPയുടെ ക്ഷണം നിരസിച്ചത്.
കോൺഗ്രസിന്റെ നിലപാട് കൂടി വന്നതോടെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം തന്നെ ബഹിഷ്കരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. CPIയും ചടങ്ങിനില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ്, RJD, NCP, DMK തുടങ്ങിയ പാർട്ടികളും BJPയുടെ രാഷ്ട്രീയ പരിപാടി എന്ന നിലയിൽ തന്നെയാണ് ചടങ്ങിനെ കാണുന്നത്. സമാജ്വാദി പാർട്ടി, BSP എന്നിവ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും പോകാൻ സാധ്യതയില്ല. ആം ആദ്മി പാർട്ടിക്കും BJPയുടെ മുൻ സഖ്യകക്ഷി കൂടിയായ ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും ഇനിയും ക്ഷണക്കത്ത് കിട്ടിയിട്ടില്ല. BJPയുടെ രാഷ്ട്രീയ പദ്ധതിയാണ് അയോധ്യയിൽ നടപ്പാക്കുന്നതെന്ന കാര്യം ജനമധ്യത്തിൽ ചർച്ചയ്ക്ക് വെക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അയോധ്യയിൽ എപ്പോഴും പോകാം, BJP സംഘടിപ്പിക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിന് തന്നെ പോകണമെന്ന് നിർബന്ധമില്ലെന്ന വിശദീകരണവും വിവിധ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതിനകം ഉണ്ടായിട്ടുണ്ട്. പങ്കെടുത്താലും ഇല്ലെങ്കിലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിനും സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്കും BJP ഈ വിഷയം ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിക്കാൻ BJP ഇക്കാര്യം പ്രയോഗിക്കുക തന്നെ ചെയ്യും. 22-ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിന്റെ നെടും തൂൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ചടങ്ങിന് മുൻപും ശേഷവും നടത്താൻ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പദ്ധതികൾക്കായി സംഘപരിവാറിന്റെ എല്ലാ ശാഖകളും കളത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പരിപാടിയുടെ പ്രത്യേക അതിഥി പട്ടികയിൽ കുറഞ്ഞത് 132 വ്യത്യസ്ത ജാതികളിൽ നിന്നുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് BJP. ജാതി സെൻസസ് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കത്തെ തടയിടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വൈവിധ്യം നിറഞ്ഞ പരിപാടികളും പുത്തൻ ആശയങ്ങളും അവതരിപ്പിച്ച് മുന്നോട്ടു പോകുന്നതിന് പിന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഭരണ തുടർച്ചയും എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് BJPക്കുള്ളതും.